വിവാഹം ഒരിക്കലും കളങ്കപ്പെടുത്തേണ്ടതല്ല. വിവാഹം ഒരു ആരാധനയാണ്. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചത്. അത് ആദ്യമായി പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ. നാട്ടാചാര പ്രകാരം സൗന്ദര്യം പരിഗണിക്കാറുണ്ട്, സമ്പത്ത് പരിഗണിക്കാറുണ്ട്, തറവാടൊക്കെ പരിഗണിക്കാറുണ്ട്. അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ദീന് പരിഗണിക്കണം. ദീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അദ്ദീനു അന്നസിഹ, ഗുണകാംക്ഷയാണ്. എന്റെ കുടുംബത്തില് ഞങ്ങൾ 10-11 മക്കള്, 153ഓളം കുടുംബാംഗങ്ങൾ. അതിൽ 10 പേര് മരണപ്പെട്ടു. ബാക്കിയുള്ളവര് എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ എന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുമായി ഗുണകാംക്ഷയുള്ളവനായിരിക്കണം. കടന്നു വരുന്ന ഒരു സഹോദരി ഗുണകാംക്ഷയുള്ളവളായിരിക്കണം. ഇത്ര മനോഹരമാണ് അവിടെ ഈ ദീൻ എന്നതിന്റെ വിവക്ഷ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സംഗമിക്കുന്നത് ഫലാഹും സിറാജിനെയും സംബന്ധിച്ചുള്ള സംഗമമല്ല. രണ്ട് കുടുംബം തമ്മിൽ ഇണങ്ങിച്ചേരുകയാണ്. രണ്ടുപേർക്ക് പിതാവിന്റെ സ്ഥാനത്തായി, മാതാവിന്റെ സ്ഥാനത്തായി, കുടുംബത്തിന്റെ സ്ഥാനത്തായി ഒരുപാട് പേരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു ശക്തി ഇന്നു മുതൽ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സുന്ദരമായ മുഹൂർത്തം. അതാണ് വിവാഹം. നക്കഹ, നിക്കാഹ്. നക്കഹ എന്നതിന്റെ അർത്ഥം പിരിച്ചു ചേർക്കുക എന്നുള്ളതാണ്. വളരെ നിസ്സാരമായ ചകരിനാരിനെ പിരിച്ചു ചേർത്താല് വലിയ ശക്തരായ മല്ലന്മാർ പോലും പിടിച്ചാൽ പൊട്ടാത്ത വടമായിട്ട് മാറുന്നത് പോലെ ഒരിക്കലും വേർപിരിയാത്ത പിരിക്കൽ. അതാണ് നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ നമ്മുടെ ഉദ്ദേശം? എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? നമ്മൾ ശാന്തരായി ക്ഷമയോടുകൂടി ഇവിടെ ഇരിക്കുന്നത് ഒന്നിനുമല്ല. ഈ ദമ്പതിമാര് പിരിഞ്ഞു ചേരുന്ന ഈ ശക്തമായ ഈ സമയത്ത് അതിനെ ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ജനിതകമായി ലക്ഷക്കണക്കിന് വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. ഫലാഹിന് ഞാൻ പറയേണ്ടതില്ല, ഫാംഡിയാണ് പഠിച്ചത്. ജനിക്ക് ഡിഫറൻറ് ഉണ്ട്, ലക്ഷത്തോളം. അഭിപ്രായത്തിൽ വ്യത്യാസമാണ്, ആശയം വ്യത്യസ്തമാണ്, ചിന്തകൾ വ്യത്യസ്തമാണ്, കളർ വ്യത്യസ്തമാണ്, ഇഷ്ടം വ്യത്യസ്തമാണ്, താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ അവരിന്ന് മുതൽ ഒന്നും രണ്ടാണ്, നമ്മൾ രണ്ടും ഒന്നാണ് എന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ ഒന്നാൻ വേണ്ടി പോകുമ്പോ അവർക്ക് എനർജി ലഭിക്കണം. ആ എനർജി നൽകുന്നതിന് വേണ്ടി പ്രഭാത നമസ്കാരം നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച വിശ്വാസികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ രണ്ടുപേരുടെയും ഇവിടെ നിക്കാഹ് കഴിയലോടുകൂടി രണ്ടുപേരെയും നമ്മൾ ബാറക്കല്ലാഹു ലക്കുമ ബാറക്ക അലൈക്കുമ എന്ന് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വെച്ച് പറയുമ്പോ ആ ബർക്കത്ത് അവർക്ക് ലഭിക്കേണ്ടത് ഏതാനും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ലോകത്തുള്ള ഈ ഒരു നശ്വരമായ ലോക ജീവിതത്തിൽ മാത്രമല്ല, നാളെ സ്വർഗ ലോകത്ത് സൂറത്ത് യാസീനിൽ പലപ്പോഴും നമ്മൾ ഓതുന്നത് പോലെ സ്വർഗത്തിലെ ചാരുകട്ടിലിൽ ഭാര്യയും അവനും നിങ്ങളും നിങ്ങളെ ഇണയും ചാരിക്കടന്ന് ഉല്ലസിക്കുന്നതിനെ കുറിച്ച് സൂറത്ത് യാസീനിൽ പറയുന്നത് പോലെ ഈ ദമ്പതിമാർക്ക് ശാശ്വതമായ ലോകത്തിന്റെ സ്വർഗപ്രവേശനം പറയുമ്പോ മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമായും ഊന്നി പറഞ്ഞ കാര്യമുണ്ട്. സ്വർഗത്തിൽ കടക്കുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ സ്വർഗത്തിൽ കടക്കുമ്പോഴും അതിന്റെ ഒരു ഗ്രേഡ് ഉണ്ട്. അത്ര ഹജ്ജിന് പോവല് സ്വാഭാവികമായ വലിയൊരു കാര്യമാണ്. പക്ഷെ അവിടുത്തെ ഒരു ഗസ്റ്റ് ആയിട്ട് പോകാൻ അതിനേക്കാളും വലുതുന്നത് പോലെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകുന്നവനെ കുറിച്ച് ബാക്കിയുള്ളവർ അസൂയപ്പെടും. അത്ര സ്വർഗാവകാശികൾ തന്നെയാണ് അവരും. അങ്ങനെ കുടുംബത്തെ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പൊ നമ്മൾ എല്ലാവരും ബാറക്കല്ലാഹു ലക്കുമ ബാറക അലൈക്കുമ എന്ന് പറയുമ്പോ ഈ ഒരു ലോകത്തുള്ള താൽക്കാലിക ജീവിതമല്ല നമ്മളെ മനസ്സിൽ വരേണ്ടത്. ഈ ദമ്പതിമാർക്ക് നാളെ പരലോകത്ത് സ്വർഗലോകത്ത് കുടുംബസമേതം ഒത്തൊരുമിക്കാനുള്ള ഒരു സൗഭാഗ്യത്തിന് കൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ ആശീർവദിക്കാനും അവരുടെ ജീവിതം ധന്യമാക്കാനുമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത്, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഒരുപക്ഷെ മറ്റു പലരും ഇവിടെ കൂട്ടത്തിൽ ഉണ്ടാവാം. അതിന് താല്പര്യമെടുത്ത് തയ്യാറായി നിൽക്കുന്നവര്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, താല്പര്യങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. ചില സങ്കല്പങ്ങൾ ഉണ്ടാവും വിവാഹ ജീവിതത്തെ കുറിച്ച്. പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ വലുതാകുമ്പോ റിയാലിറ്റി വ്യത്യസ്തമായി വരുമ്പോൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നു. വിവാഹം കഴിയുമ്പോൾ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ കാണും. കാരണം വ്യത്യസ്തമാണ് നമ്മുടെ ചിന്തകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, താല്പര്യങ്ങൾ. അങ്ങനെ കാണുമ്പോ
ഏതായാലും കഴിഞ്ഞില്ലേ എന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. പലരുടെയും ഒരു സംസാരത്തിൽ വരാറുണ്ട്, കല്യാണം കഴിഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും അപകടകരമായ ഒരു വാക്കാണ് അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് വേണ്ടത് ആക്സെപ്റ്റൻസ് ആണ്. അവൾ ആയിരിക്കുന്നത് പോലെ, അവളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കുന്നത് പോലെ, അവളുടെ രീതി അങ്ങനെ ആയിരിക്കുന്നത് പോലെ, അവളുടെ താല്പര്യം അങ്ങനെ ആയിരിക്കുന്നത് പോലെ അവളെ ചേർത്ത് പിടിച്ച് ആക്സെപ്റ്റ് ചെയ്യാനുള്ള വിശാലമായ ഒരു മനസ്സുമായിട്ടായിരിക്കണം സഹോദരൻ ഫലാഹ് ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. സഹോദരി സിറാജുൻ നിസയും അത് തന്നെയാണ്. തനിക്ക് സങ്കല്പങ്ങൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം, പക്ഷേ ഇതൊരു റിയാലിറ്റിയിലേക്ക് അള്ളാഹുവിന്റെ നിശ്ചയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവത്തിലാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ന മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് അള്ളാനെ സൂക്ഷിക്കുക. അള്ളാനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ അതേ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അലർഹാം, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താ ഈ അള്ളാന്റെ തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ കുടുംബത്തെയും സൂക്ഷിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞത്. ഈ അടുത്ത കാലത്തായി ചില റിസർച്ചിന്റെ ഭാഗമായി പഠിച്ചപ്പോ 90% കുറ്റവാളികളും, അത് കഞ്ചാവട്ടെ, കള്ളാവട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളവാവട്ടെ, തെമ്മാടിത്തവാട്ടെ, തോന്നിയഭാവസട്ടെ, മോശമായ പ്രവർത്തനങ്ങളാവട്ടെ, 90% ക്രിമിനലുകളും വരുന്നത് ബ്രോക്കൺ ഫാമിലിയിൽ നിന്നാണ്. ബ്രോക്കൺ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ഉപ്പ ഉമ്മുണ്ട്, പക്ഷെ പ്രശ്നത്തിലാണ്, വേർപിരിഞ്ഞിട്ടാണുള്ളത്. അവരെന്നും പ്രശ്നത്തിലാണ്. ഈ ബ്രോക്കൺ ഫാമിലിയിലാണെന്ന് പറയുമ്പോ എന്ത് വിശുദ്ധ ഖുർആന്റെ ഗൗരവം അതാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം. അത്രയും ഗൗരവപരമായി പറഞ്ഞ ഒരു മേഖലയിലേക്കാണ് നമ്മൾ ഇവിടെ പ്രവേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഗൗരവമായ വസ്തുത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഈമാന്റെ പകുതി പൂർത്തിയാകുന്നു. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ലൈംഗിക അവയവങ്ങൾ, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുകയാണ്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? നമ്മൾ പലരും വിവാഹം കഴിച്ചവരും ആലോചിക്കേണ്ടതെന്നാണ്. ഓരോ വർഷം കഴിയുമ്പോഴും എന്റെ വിവാഹ ജീവിതത്തിലേക്ക് വർധനവുണ്ടാവണം, ലാഭകരമാവണം, വിജയകരമാവണം. എന്താണ് വിജയം? വിവാഹം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിന്റെ ലക്ഷ്യപ്രാപ്തിയാണ് വിജയമെങ്കിൽ എന്താണ് ലക്ഷ്യം? ഒന്നാമതായി വിവാഹം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഫലാഹും സിറാജുൻ നിസയും മനസ്സിലാക്കേണ്ടത്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായി ഇസ്ലാം വിവക്ഷിക്കുന്നത് ശാരീരികമായ സംതൃപ്തിയാണ്. അബ്രഹാം മാസ്ലോ അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ നീഡ്സിന്റെ ഹൈറാർക്കിയിൽ ഒന്നാമതായി ഫിസിയോളജിക്കൽ നീഡ്സിൽ പറഞ്ഞത് വസ്ത്രം, നമ്മുടെ ഭക്ഷണം, വസ്ത്രം, വെള്ളം, വെളിച്ചം, വായു, വിശ്രമം, ഉറക്കം, ലൈംഗികത. അതിൽ പലതും ലൈംഗികതയല്ലാത്തതൊക്കെ സഹോദരിയുടെ സിറാജുൻ നിസയുടെ പിതാവിനും മാതാവിനും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഇസ്ലാമികമായി, ധാർമ്മികമായി സഹോദരൻ ഫലാഹിനെ ഏൽപ്പിക്കുകയാണ്. തന്റെ മകന്റെ എല്ലാവിധ കാര്യങ്ങളിലും പൂർണ്ണമായ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ഫലാഹിന്റെ മാതാവ്. പക്ഷെ അവന്റെ ലൈംഗികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ സുരക്ഷിതമായ, ധാർമ്മികമായ ഒരു അവസ്ഥ ഉണ്ടാവണം. ഇസ്ലാമില് വൈവാഹിക ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘടകം അതാണ്. വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ലൈംഗികമായി സംതൃപ്തിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വിവാഹത്തിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ആസ് എ കൗൺസിലർ നിലക്ക് ഞാൻ പഠിച്ചത്, എന്റെ മെന്റേഴ്സ്, എന്റെ അധ്യാപകർ പഠിപ്പിച്ചത്, അവർ തമ്മിൽ ലൈംഗികമായ സംതൃപ്തരാണോ എങ്കിൽ ഏത് പ്രശ്നം കൗൺസിലിംഗ് കേസുമായിട്ട് വന്നോളൂ, പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒന്നിക്കൽ അവർ മാനസികമായ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പ്രശ്നമായിരിക്കാം. രണ്ടിനും പരിഹാരമുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇത്തരം ഒരു സദസ്സ് ഇത് പറയാനുള്ള ഒരു സദസ്സാണ്. ഇന്നിവിടെ ഒരുപക്ഷെ ഖുതുബയിലുള്ള പ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കാം, നിങ്ങൾക്ക് നിങ്ങളെ ഇണയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ, എന്ന് പറയാണ്, താങ്കൾക്ക് താങ്കളെ ഇണയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ കല്യാണം കഴിച്ചുകൊള്ളൂ. തൃപ്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ കല്യാണം കഴിച്ചുകൊള്ളൂ. അല്ലെങ്കിൽ നോമ്പെടുത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അങ്ങനെ കല്യാണം കഴിച്ച് തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ കണ്ണുകളും ലൈംഗികാവയവങ്ങളും നിനക്ക് സൂക്ഷ്മമാവും, സുരക്ഷിതമാകുമെന്ന് ഇന്നത്തെ ഖുതുബയിൽ മിക്കവാറും ഇവിടെ പറയും. ഇതെന്തിനാണ് പറയുന്നതെന്നറിയോ? ഈ ഉത്തരവാദിത്തം ഇസ്ലാം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, രണ്ടുപേർക്കും. അപ്പൊ രണ്ടുപേരുടെ ഉത്തരവാദിത്തം എന്താണ്? തന്റെ ഇണയുടെ ശാരീരികമായ ആവശ്യം തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഫലാഹ് ഏറ്റെടുക്കുന്നു.
തന്റെ ഇണയുടെ ശാരീരിക ആവശ്യം തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് സിറാജുനെ ഏറ്റെടുക്കുന്നു. രണ്ട് രക്ഷിതാക്കളും അതിന് ആവശ്യമായ വിജ്ഞാനം അവർക്ക് നൽകുന്നു. അതിലൊരു കോംപ്രമൈസ് ഇല്ല, അഡ്ജസ്റ്റ്മെന്റുകളില്ല. എത്ര മനോഹരമാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, എത്ര ക്ലിയർ ആണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ ഒന്നുകൂടെ വിശദീകരിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാബു ഹക്ക് സൗജി അല സൗജിയത്ത് എന്ന റിയാസായിലെ ഉത്തരവാദിത്വത്തിലെ ഭാര്യക്ക് ഭർത്താവിനോട് ഉത്തരവാദിത്വം പറഞ്ഞ ബാബില് ഓരോ ഹദീസ് നോക്കുമ്പോഴും തന്റെ ഇണയുടെ ശാരീരിക തൃപ്തിയെ വെറുപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. അവസാനം പറഞ്ഞ ഒരു ഹദീസ് അത് ചങ്കുകുത്തുന്ന ഹദീസാണ്. അതെന്താണെന്നറിയോ? ഒരു സ്ത്രീ മരിച്ചു, അവളെ ഭർത്താവ് തൃപ്തനാണ്, അവൾ ദഹലത്തിൽ ജന്ന, സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഇത്ര മനോഹരമാണ്. ആ ശാരീരിക സംതൃപ്തിയെ കുറിച്ച് കൃത്യമായ ഹദീസ് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്, സ്വർഗവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് മാനസികമായ സംതൃപ്തിയാണ്. അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഇണയെ സൃഷ്ടിച്ചു എന്നുള്ളത്. എന്തിനാ? തസ്കുനു ഇലൈഹ. ഫാമിലി പ്രശ്നമായിട്ട് കൗൺസിലിംഗ് വരുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിമ്പിൾ ചോദ്യം: എന്തിനാ കല്യാണം കഴിച്ചതെന്ന്. അയാൾ ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് എന്നോട് കുറച്ചു കഴിഞ്ഞ് പറയാ, ഞാനിപ്പോ അടുത്ത കാലത്തെ ആലോചിച്ചുകൊണ്ട് എന്തിനാ കഴിച്ചത് അറിഞ്ഞിട്ടില്ല. കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് മനസ്സമാധാനം ഉണ്ടാവാനാണ്, നിനക്ക് മനസ്സമാധാനം ഉണ്ടാവാനാണ്. എന്താ മനസ്സമാധാനം? മറ്റൊരു സ്ഥലത്ത് ഒരു ആയത്തിൽ അത് ശരിക്കും വിശദീകരിക്കുന്നുണ്ട്. കുന്ന ലിബാസുല്ലക്കും, അവർ സ്ത്രീകൾ നിങ്ങൾക്ക് വസ്ത്രമാണ്. അന്തും ലിബാസുല്ലഹുന, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. എന്താ ഈ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ണൂർ ജില്ലയിലൊക്കെ ഈ പെട്ടിയിലും അൾമറയിലൊക്കെ വസ്ത്രം നടക്കുന്ന ഒരു സംഗതിയുടെ അതിന്റെ തെളിവായിട്ടൊന്നല്ല ഇത് പറഞ്ഞിട്ടോ. ഇതാരും അങ്ങനെ ഉദ്ധരിക്കണ്ട. എന്താ വസ്ത്രം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഈ വസ്ത്രം ധരിക്കലോടുകൂടെ എന്റെ ശരീരത്തിന്റെ ഒരു സ്വകാര്യത അറിയുന്ന ലോകത്തൊരു വസ്തു മാത്രമേ ഉള്ളൂ, എന്റെ ഈ വസ്ത്രമാണ്. ഇവർക്കിടയിൽ ഇനി സ്വകാര്യതയില്ല. ഇവരുടെ ഫോണിന് എന്തിൽ അറിയാത്ത പാസ്വേഡുകളില്ല. അതിന്റെ അകത്ത വാട്സപ്പിന് വേറൊരു അറിയാത്ത പാസ്വേഡുകളില്ല. ഓപ്പണാണ്. രണ്ടുപേരുടെയും മനസ്സും ഹൃദയവും ഓപ്പണാണ്. രണ്ടുപേരുടെയും പാസ്വേഡുകൾ ഓപ്പണാണ്. രണ്ടുപേർക്കും നമ്പറുകൾ ഓപ്പണാണ്. ഒരു സ്വകാര്യതയും ഇല്ലാത്ത രണ്ട് കുടുംബത്തിൽ പിറന്നവർ ഒന്നാകുന്ന ഒരു അത്ഭുതം. അള്ളാഹുവിന്റെ ഒരു അത്ഭുതമായി പറയുന്നു. അപ്പൊ നിങ്ങൾ വസ്ത്രമാണ്. ഞാൻ നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോ എനിക്കൊരു അഭിമാനവും അന്തസ്സും തോന്നുന്നു.